എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സ്മിത എസ് ശിവൻ, വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ. കർക്കിടക മാസം വന്നെത്തി. ഈ ഒരു കർക്കിടകം മുഴുവനും നാം കർക്കിടക കഞ്ഞിയുടെ ഒരു പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു മാസം. പ്രത്യേകിച്ചും ആയുർവേദ ചികിത്സകൾക്ക് വേണ്ടിയിട്ടും ആയുർവേദ ആശുപത്രിയെ സാധാരണക്കാരായവർ പോലും പ്രത്യേകിച്ചും കർക്കിടക മാസത്തിലെങ്കിലും മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ഓടിയെത്തുന്ന കാലം. അതിന് പ്രത്യേക കാരണമുണ്ട്. ഈ ഒരു മാസമാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുള്ള ഒരു കാലം. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്ന ഒരു മാസം. അടുത്ത വരുന്ന മഴക്കാല രോഗങ്ങളെ കൂടി ശ്രദ്ധയോടെ നേരിടാനുള്ള ഒരു കാലം. ഈ ഒരു കാലത്തിലെ ഔഷധ സേവ എന്നുള്ളത് തന്നെയാണ് കർക്കിടകക്കഞ്ഞി. കർക്കിടകക്കഞ്ഞി നമുക്ക് പലതരത്തിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് പൊടി മരുന്നുകളായിട്ട്, അതായത് ഡ്രൈ പൗഡേഴ്സ് ആയിട്ട് തന്നെ കർക്കിടകക്കഞ്ഞി കൂട്ട് ലഭ്യമാണ്. അല്ലാതെ തന്നെ നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്ന് ഇതിന് വേണ്ടുന്ന മരുന്നുകളെ പച്ചിലകളായിട്ട് തന്നെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ട് തരത്തിലും പ്രിപ്പയർ ചെയ്യുന്ന രീതി നാം അറിഞ്ഞിരിക്കണം. അത് കൃത്യമായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ആ കഞ്ഞി കഴിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ നമുക്കത് കയ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ചവർപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഈ കഞ്ഞി കഴിക്കാൻ ഇഷ്ടപ്പെടാണ്ടും വരും. അപ്പോൾ കൃത്യമായി ആ കഞ്ഞി വയ്ക്കുന്ന രീതിയാണെങ്കിൽ നമ്മൾ ഇപ്പം ചെറിയ തരത്തിലുള്ള ഔഷധ കഞ്ഞിക്കൂട്ട് മാത്രമായിട്ട്, അതായത് ഡ്രൈ പൗഡേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ കിഴി കെട്ടിയിട്ട് ആദ്യം വെള്ളത്തിൽ തിളപ്പിക്കുക ചെയ്യുന്നത്. അതിന് ചുക്ക്, മല്ലി, ജീരകം ഒക്കെ ഇട്ട് അതിനോടൊപ്പം തന്നെ ഈ മരുന്നും നമുക്ക് കിഴി കെട്ടിയിട്ട് വെള്ളം തിളപ്പിക്കാം. എന്നിട്ട് വെള്ളം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഈ കിഴി പിഴിഞ്ഞരിച്ച് മാറ്റിക്കളയുക. അതിനുശേഷം വീണ്ടും തലേ ദിവസം തന്നെ കുതിർത്ത അരിയും അതേപോലെ തന്നെ ചെറുപയറും ഉലുവയും നമുക്ക് ഇതിനകത്തിലേക്ക് മിക്സപ്പ് ചെയ്യാം. അരിയുടെ പകുതി അളവിൽ ചെറുപയറിൻ്റെ പകുതി അളവിൽ ഉലുവയുമാണ് നാം ഇതിൽ ചേർക്കേണ്ടത്. കഞ്ഞി നന്നായി വെന്ത ശേഷം നമുക്ക് അല്പം തേങ്ങാപ്പാലും ഇന്ദുപ്പും ചേർത്ത് ഈ കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ എടുക്കുന്ന ഈ കഞ്ഞി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികളാണെങ്കിൽ ഇവിടെ നാം ഉപയോഗിക്കുന്ന ഞവരയരി അല്ലെങ്കിൽ തവിടുള്ള അരി, ഇത് വാങ്ങിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇത് നമുക്ക് അങ്ങാടിക്കടയിലേ ലഭ്യമാവുകയുള്ളൂ. പ്രത്യേകിച്ചും 60 ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു റൈസാണ് ഞവരയരി. അതിന് ഔഷധ ഗുണത്തിൻ്റെ മേന്മ കാരണമാണ് ആ ഒരു അരി തന്നെ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നത്. ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഞവരയരിയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൊടിയരിയോ ഒന്നും വെച്ച് കഞ്ഞി വെക്കാൻ പാടില്ല. നമ്മൾ അതിന് പകരം സൂചി ഗോതമ്പോ, തിനയരിയോ അല്ലെങ്കിൽ ചാമയരിയോ ബാർലി അരിയോ ഒക്കെ നാം ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഈ കഞ്ഞിയിൽ കൊളസ്ട്രോൾ അധികരിച്ച രോഗികളാണ് ഈ കഞ്ഞി ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങാപ്പാലും നാം ഒഴിവാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. BP ഉള്ളവരാണെങ്കിൽ ഉപ്പ് ചേർക്കുന്നതിൻ്റെ അളവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിയുന്നതും ഇന്ദുപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള ആഹാരങ്ങളിലും നമ്മളതിനോടൊപ്പം കഴിക്കുന്ന കറികളിലും ഒക്കെ കൊടംപുളി ചേർക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിഴുപുളി ആണെങ്കിൽ അതിൻ്റെ അളവിനെ കുറയ്ക്കുക. എരിവും വളരെ കുറച്ച് വേണം ഈ ഒരു കാലയളവിൽ നമ്മുടെ ആഹാരം നിയന്ത്രിക്കാൻ. പിന്നെ പ്രത്യേകിച്ചും ജങ്ക് ഫുഡ്സിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും അതുപോലെ തന്നെ പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സും ഒക്കെ ഒഴിവാക്കേണ്ട ഒരു കാലമാണ്. നമുക്ക് പ്രത്യേകം അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കഞ്ഞി കൊണ്ട്, അതായത് കർക്കിടക കഞ്ഞി കൊണ്ട് മാത്രം നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഈ ഒരു മാസം നമുക്ക് ക്ലിയർ ചെയ്യാനാവില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ നല്ല ഒരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായാൽ ഏറ്റവും നല്ലത്. അത് നമ്മുടെ ശരീരത്തിൻ്റെയും അതേപോലെ തന്നെ മനസ്സിൻ്റെയും പ്രസന്നതയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നാം ചെയ്യേണ്ടതായ യോഗ പോലെ വളരെ ശരീരത്തിന് ലഘുവായി ചെയ്യാവുന്ന വ്യായാമ മുറകളും അതുപോലെ തന്നെ ശ്വസനക്രിയകളും ഒക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യം ഈ കർക്കിടക മാസത്തിൽ പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കർക്കിടക ചികിത്സയും മറ്റു കാര്യങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.